ഗൈസ്, ഈ കോരി ചൊരിയുന്ന മഴയത്ത് എന്ത് ചെയ്യാനാ നിങ്ങൾക്കൊക്കെ ഇപ്പൊ ആഗ്രഹം തോന്നുന്നത്? വെറുതെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു ആസ്വാദന ശേഷിയുള്ള മഴയല്ല ഇപ്പൊ നമ്മുടെ മുന്നിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മളെയൊക്കെ ജാഗ്രതയിലാക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്ന ഈ മഴയത്ത് എന്താസ്വാദനം. എന്നതായാലും എനിക്കിപ്പോ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഉച്ചക്കത്തെ ഊണോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ബാക്കിയോ ഒന്നും തന്നെ ഇരിപ്പില്ല. അപ്പോൾ കാര്യമായിട്ട് അടുക്കളയിൽ കയറി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്നാ എന്തെങ്കിലും വെറൈറ്റി കഴിക്കാനും തോന്നുന്നുണ്ട്. അപ്പൊ പിന്നെ ഹക്ക നൂഡിൽസ് പിടിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. ചൈനയിലെ ഹക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾ നമ്മുടെ ഇന്ത്യയിലേക്ക് കുടിയേറി പാർക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ കൾച്ചറൽ ഫുഡായ സ്റ്റിർ ഫ്രൈഡ് ആയിട്ടുള്ള നൂഡിൽസ് നമ്മുടെ ഇന്ത്യയിൽ പരീക്ഷിക്കാൻ തുടങ്ങി. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അവരുടെ അവിടെ കിട്ടുന്ന അതുപോലത്തെ വെജിറ്റബിൾസും ഈ പറഞ്ഞ ചേരുവകളും ഒന്നും അത്ര സുലഭമായിരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ കിട്ടിയ വെജിറ്റബിൾസും അവരുടെ കയ്യിലുണ്ടായിരുന്ന സോസുകളും പിന്നെ നമ്മുടെ കുറച്ച് മസാലപ്പൊടികളും ഒക്കെ ചേർത്തിട്ട് അവരുണ്ടാക്കിയെടുത്ത ഒരു പുതിയ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ ഇൻഡോ ചൈനീസ് ഫ്യൂഷൻ ആണ് ഈ ഹക്ക നൂഡിൽസ്. കഥ തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമുക്ക് പതുക്കെ പച്ചക്കറികളൊക്കെ ഒന്ന് അറിയാം. ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, തക്കാളി, ക്യാബേജ്, പിന്നെന്താ സവാള, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ എടുത്തത്. പച്ചക്കറികളൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചു. അതിലേക്ക് നമുക്ക് ഹക്ക നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് എണ്ണയും കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ ഹക്ക നൂഡിൽസ് ഉണ്ടാക്കുന്നത് ഒരുതരം ആർട്ടാണ് കേട്ടോ. കാരണം ഇത് നമുക്ക് പച്ചക്കറികൾ തോന്നിയ വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അരിഞ്ഞിടാൻ പറ്റത്തില്ല. എല്ലാം ഇങ്ങനെ ഒരേ രീതിയിൽ ചെറുതായിട്ട് ഇങ്ങനെ നല്ല നേർപ്പിച്ചിട്ട് നീളത്തിന് അരിഞ്ഞെടുക്കണം. അപ്പോഴാണ് ഈ ആ നൂഡിൽസ്, കാരണം നൂഡിൽസ് നമ്മളിങ്ങനെ പൊട്ടിച്ചൊന്നും അല്ലല്ലോ ഇടുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനെ സിങ്കായി പോകണമെങ്കിൽ ഇതുപോലെയൊക്കെ ഏകദേശം ഇതുപോലെയെങ്കിലും അരിഞ്ഞു വെക്കണം കേട്ടോ. നൂഡിൽസ് ഞാൻ അവിടെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതേ പാത്രത്തിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ കുറച്ച് എണ്ണയും അതിലേക്ക് ഞാൻ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു, അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചേർത്താൽ അത് അധികം കരിയത്തില്ല. ഈ ചൈനീസ് നൂഡിൽസിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അവർ ഹൈ ഫ്ലെയിമിൽ എല്ലാ വെജിറ്റബിൾസും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് നൂഡിൽസ് മിക്സ് ചെയ്യും, സോസുമായിട്ട് മിക്സ് ചെയ്യും. പക്ഷെ ഇതിപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു കറക്റ്റ് മെത്തേഡ് അല്ല. ആദ്യം നമ്മുടെ ക്യാരറ്റും ബീൻസും എനിക്കൊന്ന് കുറച്ച് വേവിക്കണം. അപ്പോൾ ഞാൻ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കുവാണ്. അപ്പോൾ ആ സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാനായിട്ടുള്ള മുട്ട ഒന്ന് തട്ടിക്കുട്ടി വെക്കാം. ഇന്നിപ്പോൾ ചിക്കൻ ഇല്ല, അല്ലെങ്കിൽ ചിക്കൻ ചേർക്കുന്നത് കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ക്യാപ്സിക്കവും തക്കാളിയും ചേർക്കാം. പിന്നെ ലാസ്റ്റ് ക്യാബേജ് ചേർത്താൽ മതി, കാരണം ഒരുപാട് അങ്ങ് വെന്തു പോരുതല്ലോ. ഇതെല്ലാം ഇനിയിപ്പോൾ ഇതെല്ലാം ഒരു ജസ്റ്റ് ക്രിസ്പി ആയിട്ടിരിക്കണം വെജിറ്റബിൾസ് എല്ലാം. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം സോട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരല്പം പെപ്പർ പൗഡർ ചേർക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആവാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 3 ടീസ്പൂണോളം സോയ സോസ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂണോളം നമ്മുടെ ചില്ലി സോസും ചേർത്തു. ഇനിയിപ്പോൾ മുട്ട പൊരിക്കാനായിട്ട് വേറെ പാത്രമൊന്നും എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ വെജിറ്റബിൾസിനെയൊക്കെ ഒന്ന് സൈഡ് ആക്കിയിട്ട് അതേ പാത്രത്തിൽ തന്നെ മുട്ട ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഉടനെ ഇളക്കരുത്, അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെന്ത് വന്നിട്ട് പതുക്കെ ഒന്നിങ്ങനെ ചിക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ പാത്രം അഴുക്കാക്കാതെ രക്ഷപ്പെടാം. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ നൂഡിൽസും കൂടെ ചേർത്ത് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഹക്ക നൂഡിൽസ് അങ്ങോട്ട് സെറ്റായി. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുന്നതിനിടയിലാണ് എനിക്ക് 1 ടീസ്പൂൺ ചില്ലി സോസും കൂടെ വേണമെന്ന് തോന്നിയത്. ആദ്യം ഞാൻ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ടോട്ടൽ 2 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്തിട്ടുണ്ട്, 3 ടീസ്പൂൺ സോയ സോസും. ഹേ ഗൈസ്, എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായല്ലോ അല്ലേ? ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഐറ്റമാണ്. എന്തായാലും എൻ്റെ പരീക്ഷണം ഞാനും ഒന്ന് കഴിച്ചു നോക്കട്ടെ. കൊള്ളാം ഗൈസ്, കൊള്ളാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.